നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ രണ്ടാം റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇതാ കൊളംബിയ റൗണ്ട് ഓഫ് 32 കടന്നിരിക്കുന്നു. അതായത് പോർച്ചുഗലിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് കൊളംബിയ അടുത്ത റൗണ്ടിലേക്ക് കടന്നു. പോർച്ചുഗലിൻ്റെ കാര്യത്തിൽ ഇനി അടുത്ത റൗണ്ടിലെ മത്സരത്തോടു കൂടിയാണ് ഫൈനൽ തീരുമാനം വരിക. പക്ഷേ പോർച്ചുഗൽ ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, കൺഫേംഡ് ആയിട്ടില്ല എന്ന് മാത്രം. ഇന്നത്തെ മത്സരത്തിൽ കൊളംബിയ DR കോങ്കോയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി. പോർച്ചുഗലിനെ സമനിലയിൽ പിടിച്ച കോങ്കോയാണ്. ആ കോങ്കോക്കെതിരെ ലാറ്റിൻ അമേരിക്കൻ ടീമായ കൊളംബിയ മികച്ച പ്രകടനം നടത്തി നിരവധി അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തു. പക്ഷേ കോങ്കോയുടെ ഗോൾ കീപ്പർ ഒരിക്കൽ കൂടി മികച്ച പ്രകടനം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സോ അദ്ദേഹത്തിന് മുന്നിൽ കാര്യങ്ങൾ അത്ര എളുപ്പമായില്ല എന്നർത്ഥം. ഒടുവിൽ ഒറ്റ ഗോളിന് വിജയിച്ച് കയറുകയാണ് ചെയ്തത്. കൊളംബിയയുടെ ഡാനിയൽ മുനോസാണ് 76ാമത്തെ മിനിറ്റിൽ അവരുടെ വിജയ ഗോൾ നേടിയത്. അദ്ദേഹം തന്നെയാണ് കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതോടുകൂടി ഗ്രൂപ്പ് കെയിൽ 2 കളികളിൽ നിന്ന് 6 പോയിൻറ്റോടെ കൊളംബിയ ഒന്നാമതും, 2 കളികൾ 4 പോയിൻറ്റോടെ പോർച്ചുഗൽ രണ്ടാമതും, 2 കളികൾ 1 പോയിൻറ്റോടെ കോങ്കോ മൂന്നാമതും ഉസ്ബെക്കിന് പോയിൻ്റ് ഇല്ലാതെ നിൽക്കുകയുമാണ്. ഇനിയിപ്പോൾ അവസാന റൗണ്ടിൽ DR കോങ്കോയും ഉസ്ബെക്കും തമ്മിൽ ഏറ്റുമുട്ടുന്നു. കോങ്കോ അഥവാ ജയിച്ചാൽ അവർക്ക് 4 പോയിൻ്റ് ആവും. പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ പോരാട്ടമാണ്. പോർച്ചുഗൽ തോൽക്കേണ്ട ഒരവസ്ഥ വന്നാൽ പോർച്ചുഗലിന് 4 പോയിൻ്റ് ആകും. പിന്നെ ഗ്രൂപ്പ് 2ാം സ്ഥാനക്കാർ എന്നുള്ളത് ഗോൾ ഡിഫറൻസ് വെച്ചിട്ടായിരിക്കും തീരുമാനിക്കപ്പെടുക. അപ്പോഴും ഉസ്ബെക്കിനെതിരെയുള്ള നിലത്ത് 5 ഗോളുകളുടെ ഗംഭീര വിജയം പോർച്ചുഗലിന് തുണക്കുമെന്ന് തന്നെ കരുതാം. അതല്ല, പോർച്ചുഗൽ കൊളംബിയക്കെതിരെ സമനില പിടിച്ചാൽ പിന്നെ സംശയങ്ങൾക്ക് വകയില്ല, 2ാം സ്ഥാനം കൊണ്ട് കയറും. അതല്ല, പോർച്ചുഗൽ കൊളംബിയയെ തോൽപ്പിച്ചാൽ 7 പോയിൻറ്റോടെ 1ാം സ്ഥാനവും കൊണ്ടും കയറും. അപ്പോൾ എന്തും സംഭവിക്കാവുന്ന ഒരു രൂപത്തിലേക്ക് ഗ്രൂപ്പ് മാറിയിട്ടുണ്ട് എന്നർത്ഥം. പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ മത്സരം അതുകൊണ്ട് തന്നെ പോർച്ചുഗലിന് നിർണായകമാണ്, കൊളംബിയക്ക് ആശ്വാസകരമാണ്. ഓൾറെഡി ക്വാളിഫൈഡ് ആണ്. ആ മത്സരം ജൂൺ 28 പുലർച്ചെ 5 മണിക്കാണ്, ഞായറാഴ്ച പുലർച്ചെ 5 മണിക്കാണ്. അതൊരു സൂപ്പർ പോരാട്ടമായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. പോർച്ചുഗൽ ഈ വേൾഡ് കപ്പിൽ നേരിടുന്ന ആദ്യത്തെ കടുത്ത പരീക്ഷണം യഥാർത്ഥത്തിൽ അതാവും എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ കോങ്കോ അവർക്കൊരു നല്ല ടഫ് ടെസ്റ്റ് കൊടുത്തിരുന്നു. പിന്നെ ഉസ്ബെക്കിനെതിരെ അവർ അനായാസം വിജയിച്ച് കയറി. ഇനി ഇതാ കൊളംബിയ ടെസ്റ്റ് അവരെ കാത്തിരിക്കുന്നു ജൂൺ 28. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.